റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം ആദ്യം താമസിക്കുന്നത് എവിടെയാ? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് 2 നിലയുള്ള വീടായിരുന്നു. ആ 2 നിലയുള്ള വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത് താഴെയും സ്വഹാബികൾ താമസിക്കുന്നത് മുകളിലാണ്. അന്ന് രാത്രി ആ സ്വഹാബിക്കും ഭാര്യക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ. പ്രവാചകൻ താമസിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് നടക്കുക? പ്രവാചകൻ്റെ തലക്ക് മുകളിൽ കാല് വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക എന്ന് പറയുന്നത്, അതും വാനലോകത്ത് നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹി വരുന്ന വ്യക്തിത്വമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സ്ഥലമാണ്. അപ്പം അതിന് മുകളിൽ നടക്കുക എന്ന് പറയുന്നത് ഒരു അനാദരവായിരിക്കും. അവരൊരു വീടിൻ്റെ മൂലയിലിരുന്നു വന്ന അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ഭാര്യയും ആ വീടിൻ്റെ ഒരു മൂലയിലിരുന്നു. നേരം വെളുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയതിന് ശേഷം പറഞ്ഞു, അവിടുന്ന് താമസം മാറണം. പ്രവാചകരെ, ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട്, അവിടുന്ന് താമസം മുകളിലേക്കും ഞങ്ങൾ താഴേക്കുമാകാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് സമ്മതിച്ചില്ല. കാരണം പ്രവാചകനെ കാണാൻ ഒരുപാട് ആളുകൾ വരും പോകും. അപ്പോഴൊക്കെ മുകളിലായി കഴിഞ്ഞാലുള്ളൊരു പ്രയാസമുണ്ട്. പക്ഷെ ഈ 2 ആളുകളുടെയും ആവശ്യം മാനിച്ച് അവരുടെ പ്രയാസം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസം മുകളിലേക്കാക്കി. അതെന്താണ് കാരണം? ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പുള്ള ആളുകളിൽ അന്ന് ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കേണ്ടത് ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പം ആ ആദരവിൻ്റെ രൂപമാണ് സ്വഹാബികളിൽ നിന്ന് നമ്മൾ കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കേണ്ടത് ആരോടാ?